സ്വയം വിളിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അതെ അതെ. പണി മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒളിച്ചു നോട്ടം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അഖിലിന്റെ വൈഫ് ഒളിച്ചോടി പോയി. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. ഈ നാറി ഉണ്ടല്ലോ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താ ഉറക്കം വരുന്നു. മല്ലുവിനോട് സംസാരിച്ച് ഫുൾ വിവരങ്ങൾ ചോർത്തി വീഡിയോ ആക്കി. അതല്ല ഉദ്ദേശം. വീഡിയോ ആക്കി എന്ന് മാത്രമല്ല, ഈ വീഡിയോയിൽ മല്ലുവിനെ ഇവൻ തള്ളി പറഞ്ഞു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. തൊപ്പിയുടെ ഓരോ വിഷയം ഉണ്ടാവുമ്പോൾ തൊപ്പിയെ വിളിക്കും, അവരുടെ സുഹൃത്തുക്കളെ വിളിക്കും, എല്ലാ വിവരങ്ങളും ചോർത്തും വീഡിയോ ചെയ്യും, തൊപ്പിയെ തള്ളി പറയും. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഫിറോസ് സജ്ന വിഷയം ഈ അടുത്താണ് ഉണ്ടായത്. അപ്പോഴും ഇത് തന്നെ ചെയ്തു. ഫിറോസിനെ വിളിക്കും, സജ്നയെ വിളിക്കും. സജ്നയുടെ ഗർഭമൊക്കെ ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഗൈനക്കോളജിസ്റ്റ് അല്ല, സീക്രട്ട് ഏജന്റ് എന്ന മലരനാണ്. റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന ഈ പിശാച് എന്താ ശരിക്കും വിചാരിക്കുന്നുണ്ടാവുക? ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഇവൻ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ കുളിമുറിയിൽ വരെ ഇവൻ ക്യാമറ വെച്ചിട്ടുണ്ടാകും. 100% ഞാൻ യോജിക്കുന്നു. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ.